കട്ട് ഷോട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. പ്രീവിയസ് വീഡിയോയില് ഞാൻ ജാസ്മിന്റെ മെന്റൽ ഹെൽത്ത്, ജാസ്മിന്റെ ട്രോമ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇന്നലത്തെ ഒരൊറ്റ എപ്പിസോഡിൽ തന്നെ വെരി സോറി ടു സേ ദിസ്, കണ്ടന്റ് ഫുള്ള് ജബ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ സിറ്റുവേഷനിൽ ഞാൻ ഇപ്പൊ ആദ്യം പറഞ്ഞത് ജാസ്മിന്റെ മെന്റൽ ട്രോമയെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. ഇനി നെക്സ്റ്റ്, ഗബ്രി എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ സൈലന്റ് ആവാനുള്ള കാരണം, ഇന്നലെ ക്ലിപ്സ് കാണിച്ചത് മുഴുവനും എന്താണ്, നമ്മുടെ ഗബ്രി ജാസ്മിനോട് സംസാരിച്ച ക്ലിപ്സ് ആണ് കാണിച്ചത്. ജാസ്മിൻ ഗബ്രിയോട് സംസാരിച്ച ക്ലിപ്സ് ഉണ്ട്, അത് കാണിച്ചിട്ടില്ല. സ്ട്രെയിറ്റ് ഗബ്രി ജാസ്മിനോട് സംസാരിച്ച ക്ലിപ്സ് കാണിക്കുകയും ജാൻമണി എന്താണ് റസ്മിൻ ബായോടുമുള്ള ആ ഒരു അറ്റൻഷന്റെ കാര്യത്തിനെയും കൂടി സംസാരിച്ച് ആ പയ്യനെ ഒരു എല്ലാം കൂടി ആ പയ്യന്റെ തലയിലോട്ട് എടുത്തിടുന്ന രീതിയിൽ പണി മുഴുവനും നിനക്കാടാന്നുള്ള രീതിയിൽ, എന്റെ അമ്മേ ട്രാക്കാണ്, ഇവിടെ വേറെ വഴിയില്ല, റെയിൽവേ ട്രാക്ക്, ആ രീതിയിലേക്ക് വീഡിയോ ആണ് ഇന്നലെ കൺവേ ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഗബ്രി പ്രത്യേകിച്ച് പറയാതിരുന്നത് ഗബ്രിയുടെ ഒരു ബുദ്ധിപരമായ നീക്കമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇപ്പൊ എല്ലാം എന്റെ തലയിലായി, എന്നെ ഒരു വളരെ മോശക്കാരനായിട്ട് ചിത്രീകരിച്ചു. ആ 2 വീഡിയോസിലും ഗബ്രി സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ജിൻഡോ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്റെ എക്സ് വൈഫിനോട് സംസാരിച്ചത് പോലെയാണ് ഗബ്രി സംസാരിച്ചത്. ആൻഡ് അറ്റ് എ ടൈം 2 ലേഡീസിനോടുള്ള ഒരു ഫീലിംഗ് എന്നുള്ള രീതിയിൽ പോലും പിക്ചറൈസ് ചെയ്തപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ഇതിന്റെ സൈഡിൽ കച്ചവടം ചെയ്ത് എന്നുള്ള രീതിയിൽ ആശാൻ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഗബ്രി മിണ്ടാണ്ടിരുന്നത്. അപ്പൊ ഗബ്രിയും സത്യം പറഞ്ഞാൽ മെന്റലി ബ്രേക്ക് ഡൗൺ ആണ്. കാരണം ആൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഒരു ക്യൂറ്റിംഗ് ലെവലിലോട്ട് നിൽക്കുന്നത്. പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ തോന്നുമ്പോൾ കയറി പോകാനും തോന്നുമ്പോൾ ഇറങ്ങാനുള്ളൊരു സ്ഥലമല്ല. ഒന്നില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കാണിച്ച് ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കണം, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ വരണം, അല്ലെങ്കിൽ പ്രേക്ഷകർ വോട്ട് വേണം. അപ്പൊ ഇന്നലെ ഏഷ്യനൈറ്റർ കാണിച്ചത് ഗബ്രിയുടെ മാത്രം ക്ലിപ്പിംഗ്സ് ആണ്. മേ ബി അവരുടെ ഉദ്ദേശം എന്താണെങ്കിലും ഇവരെ കൊണ്ട് പറയിപ്പിക്കണം എന്നുള്ള രീതിയിൽ കളിച്ച ബിഗ് ബോസിന്റെ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കാം അത്. ജാസ്മിന്റെ ക്ലിപ്സ് കാണിച്ചിരുന്നെങ്കിൽ, ജാസ്മിൻ സംസാരിച്ച ക്ലിപ്സ് കാണിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടിയും ഭയാനകവും കുറച്ചും കൂടിയും കയ്യിൽ നിന്ന് പോയാൽ. ഈവൻ നമ്മൾക്ക് വീട്ടിലിരുന്നിട്ട് എന്നാൽ ആലായിട്ട് എന്തോ ഒരു വീഡിയോ കാണിക്കാന്ന് പറയുമ്പോൾ ദൈവമേ ഇവർ പറയുന്നത് തോന്നാ, ഇനിയിപ്പോൾ വീഡിയോ കാണിക്കുമ്പോൾ അത് അതിലും വലിയ വയ്യാവേലി ആവുമല്ലോ എന്നൊരു തോട്ടാണ് നമുക്ക്. എന്തായാലും അടുത്ത സീസണിലൊന്നും ഇതേപോലെ തേഞ്ഞൊട്ടിയ 2 കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ടില്ല.